ഇന്നത്തെ നമ്മുടെ യാത്ര മലപ്പുറം അടുത്തുള്ള ഒരു അടിപൊളി നഴ്സറിയിലേക്കാണ്. ഈ നഴ്സറിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത ഇതിൻ്റെ വിലക്കുറവ് തന്നെയാണ്. ഇവിടെ മരമുന്തിരി, ജമ്പുട്ടിക്കാവയൊക്കെ കായ്ച്ചു നിൽക്കുന്ന തൈകൾ 1500 രൂപ മുതൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതിൽ ചെറിയതുകൊണ്ട് അതിൻ്റെ മുകളിലേക്കുള്ളത്. രണ്ടാമത്തെ പ്രത്യേകത, ഒരു 17 വർഷമായിട്ട് ഈ ചേട്ടൻ ഒരുപാട് ഫ്രൂട്ട്സ് തൈകളെല്ലാം വെച്ച് അതിൻ്റെ എല്ലാം കായൊക്കെ ഉണ്ടായി അതിൽ നിന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആ തൈകളിൽ നിന്ന്, അതായത് നമുക്കിവിടെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് പിടിച്ചു കിട്ടുന്ന തൈകൾ അതിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് ഇവിടെ തന്നെ ലെയർ ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നതായതുകൊണ്ട് തന്നെ മദർ പ്ലാന്റിൻ്റെ അതേ ഗുണങ്ങളിലുള്ള നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന തൈകൾ തന്നെയായിരിക്കും നമുക്ക് ഉണ്ടാകുക, ആ ഫ്രൂട്ട്സ് തന്നെയായിരിക്കും ലഭിക്കുക. അതുകൊണ്ടൊരു 100% ഗ്യാരൻറ്റിയോടുകൂടി നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു നഴ്സറിയാണ്. അതുപോലെ തന്നെ ഈ നഴ്സറിയുടെ മറ്റൊരു പ്രത്യേകത ലോങ്ങൻ്റെ, അതായത് ഇപ്പം റംബുട്ടാനും മാങ്കോസ്റ്റിനും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് കേരളത്തിൽ ഹിറ്റാകാൻ പോകുന്ന ഒരു ഫ്രൂട്ടാണ് ലോങ്ങൻ. ആ ലോങ്ങൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൽ കായ്ച്ചു നിൽക്കുന്ന തൈകളുണ്ട്, അതുപോലെ തന്നെ ചെറിയ തൈകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ കളക്ഷനുള്ള ഒരു നഴ്സറി കൂടിയാണ് ഈ നഴ്സറി. ഹലോ, ഹായ്, ഞാൻ റഷീദ്, മലപ്പുറം റസീൻ എക്സോട്ടിക്. ഞാൻ വരുന്നത് നമ്മൾ മലപ്പുറം ടൗണിൽ നിന്ന്, അതായത് മിസ് സിവിൽ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് മൃഗാശുപത്രിൻ്റെ റോഡിന് വന്നിട്ട് ഒരു 3 കിലോമീറ്റർ, അതേപോലെ കോഴിക്കോട് പാലക്കാട് റോട്ടിൽ നിന്ന് വരികയാണെങ്കിൽ കൂട്ടിലങ്ങാടിൻ്റെ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ഒരു 1.5 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. പിന്നെ ചട്ടിപ്പറമ്പ് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ഒരു 3.5 കിലോമീറ്ററാണ്. നമ്മൾ ഇവിടുത്തെ എന്താ വെച്ചാൽ, ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഒരു 17 വർഷമായിട്ട് തന്നെ കൃഷിയുള്ളത്, മെയിനായിട്ട് ഫ്രൂട്ട്സ് കൃഷി മാത്രമാണ് ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു 4 വർഷമായിട്ടുള്ള ഇപ്പോൾ നഴ്സറി ഫീൽഡിലേക്ക് മാറിയിട്ട് മറ്റേ നമ്മളൊരു പാഷനായിട്ട് വെച്ച് തുടങ്ങിയതാണ്. എൻ്റെ അടുത്ത് ഏകദേശം ഒരു 500-600ഓളം വെറൈറ്റി ഫ്രൂട്ടുകൾ ഇപ്പോൾ ഉണ്ട് ഓൾറെഡി. അതിൽ പിന്നെ ഏകദേശം 100-150ഓളം വെറൈറ്റികൾ കായ്ച്ച് റിസൾട്ട് വന്നതാണ്. പിന്നെ ഒരുപാട് റിസൾട്ട് വന്നിട്ട് വേണ്ടാത്ത നമ്മൾ വെട്ടിക്കളഞ്ഞതാണ്. അങ്ങനെ നമ്മൾ നല്ലത് ഇപ്പോൾ നമ്മളെല്ലാ സംഭവം ഇവിടെ നമ്മൾ തൈകൾ സ്വയം നിർമ്മിക്കുന്നുണ്ട്. ഇവിടെ ഏകദേശം 60% പ്ലാന്റ്സുകൾ നമ്മൾ ഇവിടെ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്, ഗ്രാഫ്റ്റ് ചെയ്തും തൈകൾ. കാരണം മദർ പ്ലാന്റുകളിലുകൊണ്ട് നമ്മൾ ടേസ്റ്റ് അറിഞ്ഞിട്ടും നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നതും ഒക്കെ റിസൾട്ട് അറിഞ്ഞിട്ട് ആളുകൾക്ക് കൊടുക്കുന്ന സാധനം കായ്ക്കുന്ന ഉറപ്പുള്ള സാധനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മളോട് സെയിൽ ചെയ്യുന്നത്. 600ഓളം വെറൈറ്റി ഉണ്ടെങ്കിൽ ഒരു 100-150 വെറൈറ്റി ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ടാവുള്ളൂ. പിന്നെ കളക്ഷൻ എന്നുള്ള ലെവലിൽ കൊടുക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഏതും കൊടുക്കുക, ഏതും നമ്മൾ റെഡിയാണ്. അപ്പോൾ ഏകദേശം അപ്പോൾ നമ്മൾ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഇവിടെ കാണിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് ജബോട്ടിക്കാബയാണ് കേട്ടോ. നിങ്ങൾക്ക് നിറയെ കായ കണ്ടോ, ചെറിയ കുഞ്ഞു കായാണ്, പിഞ്ചാണ്, വലുതുണ്ട്, പഴുത്തിട്ടില്ല. പഴുത്തൊക്കെ കിളികൾ കൊണ്ടുപോകണം, മേലൊക്കെ ഉണ്ട്, പക്ഷേ കിളികൾ കൊണ്ടുപോകണം. മരമുന്തിരിന്റെ ഏകദേശം ഒരു 32ഓളം വെറൈറ്റിന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാല് നമ്മൾ ശരിക്കും ഒരു 5 വർഷം 6 വർഷം മൂപ്പുള്ള മരങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഇവിടെ നല്ലൊരു ഓഫറിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ എൻ്റെ അടുത്തൊരു 100-150 മരമൊക്കെ ഈ വലുപ്പത്തിലുള്ള തൈകളുണ്ട്, സ്റ്റോക്ക് ഉണ്ട്. ഇപ്പൊ നഴ്സറിക്കാരും അത്യാവശ്യം കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഒരു ഓഫർ എന്നുള്ള ലെവലിൽ 6 വർഷം 7 വർഷം 8 അടി 10 അടിയുള്ള തൈകളാണ്, 8 അടികളുണ്ടാവും. ഈ തൈകളൊക്കെ നമ്മളിപ്പോൾ 5000 രൂപ കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം 12,000-13,000 കൊടുത്തിന്റെ ചെടിയാണ് ഇപ്പൊ 5000 രൂപ കൊടുക്കുന്നത്. ഇത്രയും ഒരു 8 അടി ആയിട്ടുള്ളതല്ലേ. പിന്നെ ഇതിന്റെ താഴെയുള്ളതുണ്ട്, 2000-ന്റെ ഉണ്ട്, 1800 വരെ കായുള്ളത് ഇവിടെ തൈകളുണ്ട്. 2000, 2500, 3000 എല്ലാത്തിലും ഉണ്ട്. കായുള്ള തൈകൾ 1500 മുതലുണ്ട്. പിന്നെ ചെറിയ തൈകൾ 100 രൂപ മുതൽ തൈകളുണ്ട്. 32 വെറൈറ്റി ഉണ്ട്. അതിൽ കൂടുതൽ ഒരു 4-5 വെറൈറ്റികൾ ഇപ്പോൾ കൂടുതൽ ഇവിടെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മൾ കളക്ഷൻ എന്നുള്ളതിൽ എല്ലാം വെച്ച് പിടിപ്പിച്ചു എന്ന് മാത്രം. സബാറ ഉണ്ടോ ഇതിന്? സബാറുണ്ട്, സബാറൊക്കെ കാഴ്ചയുണ്ട്. സബാറൊക്കെ എന്താ വെച്ചാൽ കുറച്ച് വർഷം പിടിക്കും, കാരണം 10 വർഷമൊക്കെ പിടിക്കും. കായുണ്ട് പോലെ ചെറിയ തൈകൾ തന്നെ കായ്ച്ചത്. ഇതിപ്പോ വലിയ ഗുണമുള്ള തൈയല്ല, എന്നാലും ഒരു കുഴപ്പമില്ലാത്ത കായ് തന്നെ കായ്ച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു 1500 രൂപ കൊടുക്കണതാണ്. ഇതൊക്കെ ലോങ്ങന്റെ വെറൈറ്റികളാണ്. ഇതൊക്കെ എന്നുണ്ടോ, അത് ഡബിൾ ലോങ്ങനാണ്. അതേപോലെ ഇത് വിയറ്റ്നാം ട്രോപ്പിക്കൽ എന്ന് പറയും, എഡോസ്റ്റാർ എന്നൊക്കെ പറഞ്ഞ വെറൈറ്റിയാണ്. പിന്നെ റൂബി, പിംപോങ്, ഏകദേശം ഒരു 25ഓളം വെറൈറ്റി ലോങ്. നമ്മൾ ശരിക്കും ലോങ്ങിനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. കാരണം പിന്നെ ഇതിപ്പോ നമ്മളെ ക്ലൈമറ്റില്, നമ്മളെ കേരള ക്ലൈമറ്റിൽ ഇപ്പോൾ റംബൂട്ടാനും മാംഗോസിനും ഇതൊക്കെ വിജയിച്ച പോലെ അടുത്തൊരു ചാൻസ് വിജയിക്കാം, കൊമേഴ്സ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ലോങ്ങൻ. 25ഓളം വെറൈറ്റി. അതിലിപ്പോ ഏകദേശം 20ഓളം വെറൈറ്റി കായ്ച്ചിട്ടുണ്ട്. ഓൾ സീസൺ പറയുന്ന ഓൾ സീസൺ ഉണ്ട്, 4 സീസൺ എന്ന് പറയുന്നത് അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട് ഫ്ലവർ കായോട് ഉള്ള തൈകളൊക്കെ. ഇതാണ് നമ്മളെ വിയറ്റ്നാം ട്രോപ്പിക്കൽ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. കാരണം ഇത്രയും ചെറിയ ചെടിയാണ്, ഫ്ലവർ ഒന്നുണ്ടോ. ഇത് മണ്ണിൽ നട്ടതാണ് ശരിക്കും. അതാണ് ഞാൻ ഈ വിയറ്റ്നാം ട്രോപ്പിക്കൽ, അതെ എഡോസ്റ്റാർ എന്ന് പറഞ്ഞ ഈ വെറൈറ്റി ഡബിൾ ലോങ്ങിനും ഇത് കൊടുക്കാൻ കാരണം എന്താ വെച്ചാല്, കാരണം ഇത്രയും ചെറിയ തൈകളാണ്, ഒരു മെഡിസിനും കൊടുത്തിട്ടല്ല ഇത് കായ്ക്കണത്, വെറുതെ കായ്ക്കുന്നുണ്ടോ.
ഇതാണ് ഡബിൾ ലോങ്. കണ്ടോ ഫ്ലവറിങ് വന്നാണ്. ഇതിനൊന്നും ഇതിനൊക്കെ എന്താ വെച്ചാല് പെട്ടെന്ന് കായ്ക്കാണ്, അത്യാവശ്യം കൊമേഴ്സ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണത്. പിന്നെ നാരങ്ങ വെറൈറ്റികൾ കുറെ ഉണ്ട്. ഇതൊക്കെ നല്ല മുസമ്പികൾ, ഇതൊക്കെ കായ്ച്ച മുസമ്പികൾ തന്നെയാണ്. ചിലതിലൊക്കെ കായുണ്ട്, ഫ്ലവർ ഉണ്ട്, വലിയ തൈകളാണ്. ഇതാണത് ചുലിയ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ലോങ്ങൻ. അതും പൂവായില്ലേ? പൂവായി. ഇത് തായ്വാന്റെ ഒരു ലെമണാണ്. അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടാവും. ചെറുനാരങ്ങയുടെ എല്ലാ ഉപയോഗമുണ്ട്. ഇതാണ് പാകിസ്ഥാൻ ലെമൺ. കണ്ടോ, നല്ല കായപിടുത്തുള്ള ലെമണാണ്. ഇതിന്റെ ഒക്കെ തൈകൾ ഉണ്ട് കേട്ടോ. കണ്ടോ, നല്ല ബുഷ് ഓറഞ്ചിന്റെ പോലെ തൊലിയാണ് സ്കിന്ന് വരിക. കട്ട് ചെയ്ത ലെമണാണ്. ഇത് നിറയെ കായ്ക്കുണ്ടോ, ഇതിലൊക്കെ കണ്ടോ ഫുള്ള് കായകളാണ്. ഇത് പാകിസ്ഥാൻ ലെമൺ. ഇത് ലോങ്ങിന്റെ ഒക്കെ 4 സീസൺ ലോങ്ങനാണ്. ഇതൊക്കെ ഉണ്ടോ, പൂവും കായൊക്കെ വന്നതാണ്. ഇതൊക്കെ വൈറ്റിലുണ്ടാവും പൂവുള്ളത്. പിന്നെ എല്ലാ ലോങ്ങന്റെ ഒരു ശരിക്കും പറഞ്ഞാല് നമ്മളെ ഒരു സ്പെഷ്യലൈസ് തന്നെ ചെയ്തിട്ടുണ്ട്. അത്രയും വെറൈറ്റി ഉണ്ട്. വൈറ്റ് ആണ്. ഇതൊക്കെ വൈറ്റിലൊക്കെ പൂവന്ന് കണ്ടോ. ഇങ്ങനത്തെ ഇത്രയും വലിയ ചെടികളൊക്കെ വൈറ്റിന് 1500 രൂപ വരുന്നുള്ളൂ. ഇതുണ്ടോ ഡബിൾ ലോങ്ങിന് പൂ വന്നാണിത്. പല ആളുകളും ചോദിക്കണം ഡബിൾ ലോങ്ങിന് ഒരുപാട് കാലം കഴിഞ്ഞിട്ടില്ല കായ്ക്കുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത്രയും ചെറിയ തൈയിലാണ് ഡബിൾ ലോങ് എന്ന് വെച്ചാൽ എന്താ? ഡബിൾ ലോങ് എന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം സൈസും ഉണ്ട്, അതേപോലെ നല്ല ഫ്ലഷും നല്ലൊരു ടേസ്റ്റ്. അതിന്റെ പേരാണ് ഡബിൾ ലോങ് എന്നുള്ള. പിന്നെ റൂബി ഉണ്ട്. റൂബിയൊക്കെ ചെറിയ തൈയൊക്കെ ഒരു 350 രൂപയൊക്കെ തൈന് വരുള്ളൂ. പിന്നെ ഇതുണ്ടോ പർപ്പിൾ സീതപ്പഴാണിത്. കണ്ടോ, ഇതിന്റെയൊക്കെ തൈകൾ ഇവിടെ ഉണ്ട്. ഇത് ആളുകൾ ചോദിക്കലുണ്ട്, പല ആൾക്കാരും. പക്ഷെ ഇവിടെ കായ്ക്കൊന്നൊക്കെ ചോദിക്കലുണ്ട്. പക്ഷെ നല്ല റിസൾട്ടും ഉണ്ട്. പോരാത്തിന് നല്ല ടോപ്പ് സ്വീറ്റ് ആണ്. ഗോൾഡിനെക്കാട്ടും നല്ല ടേസ്റ്റ്, ഒന്നുകൂടി മധുരം കൂടുതലുണ്ട്. നല്ല അകത്തേക്ക് വരെ ഈ ചുവപ്പ് കളർ കയറി വരും. ഈ ഗോൾഡന്റെ സൈഡിൽ ഇപ്പൊ പൊട്ടിക്കുമ്പോൾ നമുക്ക് പഴുത്ത് കഴിയുമ്പോൾ സൈഡ് ഇങ്ങനെ ഇളകി പോകുന്ന കേട് പോലെ അത് ഇതിന് അങ്ങനെ എല്ലാത്തിനും അതൊരു സീതപ്പഴത്തിന്റെ ഒരു അത് എല്ലാത്തിനും വരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ദോഷമൊന്നുമില്ല. സീതപ്പഴം ഗോൾഡും ഉണ്ട് ഇവിടെ. ദുരിയാന്റെ മോന്തോങ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഇതുകൊണ്ട് ഇത്രേ ആയിട്ടുള്ളൂ. ആകെ 3-4 വർഷത്തെ പഴക്കേ ഉള്ളൂ. അതിലൊക്കെ ഇപ്പൊ ഉണ്ടോ കംപ്ലീറ്റ് ഫ്ലവർ വന്നിട്ടുണ്ട്. അപ്പൊ പിടിക്കോന്ന് അറിയില്ല, ഫസ്റ്റ് ഉണ്ടാവുകയാണ്. എന്തായാലും ഇതിന്റെയൊക്കെ നല്ല തൈകൾ ഇവിടെ സെയിലിനുണ്ട് കേട്ടോ. ഇതാണ് മേമി സപ്പോട്ട. മേമി സപ്പോർട്ടിന്റെ പാൻറ്റി എന്ന് പറഞ്ഞ നല്ല വെറൈറ്റി ആണ്. സ്വീറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. നമ്മുടെ കായ് പിടിച്ചു നല്ല കമ്പലി ഇങ്ങനെ നല്ല ഫ്ലവറിങ് വരുന്നതാണ്. ഇതെന്താ പ്രത്യേകത? സാധാരണ സപ്പോർട്ട ഏകദേശം 1 കിലോ 1.5 കിലോ വരെ തൂക്കുള്ള സപ്പോർട്ടുകൾ വരെ കിട്ടും. സപ്പോർട്ടയുണ്ടോ ഇതുണ്ടോ, ഇത് കവറിലാണെന്ന് കായ്ച്ചിട്ടില്ല കേട്ടോ. ഇതുണ്ടോ, ചിലർക്ക് ചോദിക്കണം ബ്ലാക്ക് സപ്പോർട്ട കായ്ക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഇത് ഓവർ സ്വീറ്റ് അല്ല, പക്ഷെ ഇത് കട്ട് ചെയ്തിട്ട് ഇത് ബ്രെഡിലൊക്കെ കൂട്ടി കഴിക്കണതാണ്. ബുഷ് പെപ്പർ ആയിട്ട് ചെയ്താണ്. തെക്കനാണ്. ഇതിന്റെയൊക്കെ തൈകളുണ്ട്. ഇതേപോലെ തന്നെ പോട്ടിലാക്കിയ തൈകളുണ്ട്. ഇതേപോലെ കാഴ്ച നിൽക്കുന്ന തൈകളുണ്ട്. അതൊക്കെ നമ്മള് 350 രൂപക്ക് 300 രൂപക്ക് കൊടുക്കുന്നു. സ്ട്രോബെറി പേര. സ്ട്രോബെറി പേര ഒരുപാട് വെറൈറ്റി ഉണ്ട്. യെല്ലോ ഉണ്ട്, ഈജിപ്ഷ്യൻ ഉണ്ട്, പിന്നെ ബ്ലാക്ക് പർപ്പിൾ ഉണ്ട്. പക്ഷെ ഇതിലൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ പറയാൻ പറ്റുന്ന സാധനമാണ് യെല്ലോ. യെല്ലോക്ക് ടേസ്റ്റും കൂടുതലുണ്ട്, അതേപോലെ നല്ല സൈസും വരുന്നത്. അതേപോലെ കായ്ക്കും, നിറച്ച് കായുണ്ടല്ലേ, ഇതേപോലെ കായ്ക്കും. അപ്പൊ എപ്പോഴും നമ്മള് റെഡ് ഒന്നും എടുക്കുന്നതിനായിട്ട് എപ്പോഴും എടുക്കേണ്ട ബെസ്റ്റ് സാധനം യെല്ലോ ആണ്. സ്ട്രോബെറി പേര എടുക്കുമ്പോൾ ഇത് അധികം വലുപ്പം വരത്തില്ലല്ലേ? വരും 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 അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരും. യെല്ലോ ആണ് ഏറ്റവും കൂടുതൽ സൈസ് വരുന്ന സാധനം യെല്ലോ ആണ്. അപ്പൊ വലിയ കായുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയതാണ്. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ്. എന്താ അത്യാവശ്യം സൈസും ഉണ്ട്, നല്ല സൈസും. ഇതൊരു വെറിഗേഷൻ ഒരു ലൈന് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കി, നിങ്ങളൊന്ന് കഴിച്ചിട്ട് പറയാം, അഭിപ്രായം പറയും. ടേസ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റില് പഴമാണ്, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. അടിപൊളി. മുന്തിരിനേക്കാളൊക്കെ സൂപ്പറാണ്. നല്ല ഫ്ലഷും ഉണ്ടല്ലേ? അത്യാവശ്യം ഫ്ലഷും ഉണ്ട്, നല്ല സൈസ് ഉണ്ട്. അത് ചെറിയ തൈ, ചെറുതിൽ തന്നെ കാഴ്ച നിൽക്കുന്ന തൈകളാണ്. ഇതൊക്കെ നമുക്ക് കായോട് കൂടിയിട്ട് ഒരു 1300 രൂപ കൊടുക്കാൻ പറ്റിയ തൈകളാണ്. ആദ്യമേ തന്നെ 1, 2, 3, 4 ഏകദേശം 4 കായ്പതിമുണ്ട്, സ്റ്റോക്ക് ഉണ്ട്. പിന്നെ പൂവുണ്ട്. ഇതേപോലെ അതൊക്കെ ഉണ്ടോ, ഒക്കെ പോട്ട് ചട്ടിയിലാണ് വെച്ചിട്ടുണ്ടോ. 1300 രൂപയ്ക്ക് നമുക്ക് ബനാന സപ്പോട്ട കണ്ടോ. കുറെ ആളുകൾ ചോദിക്കണം, കാരണം ഒരുപാട് ആളുകൾ അബദ്ധം പറ്റാണ്. കാരണം എന്താ വെച്ചാല് സപ്പോട്ട ബനാന സപ്പോട്ട എന്ന് പറഞ്ഞാൽ ബനാന സപ്പോട്ട കിട്ടില്ല. അപ്പൊ എന്താണ് കാഴ്ച തന്നെ കൊണ്ടുവച്ചാൽ പിന്നെ ആളുകൾക്ക് ധൈര്യം വിശ്വസിച്ച് വാങ്ങാന്നുള്ളതിലുണ്ടോ. അതെ, ഒന്നുങ്ങളത്തിൽ ഇതന്നെ ബനാന ഒറിജിനൽ ബനാന സപ്പോട്ട തന്നെയാണ്, മാറ്റമില്ല. ഇതിന്റെ ചെറിയ തൈകളുണ്ട്, ചെറുതുണ്ട്. 200 രൂപ മുതൽ തൈകളുണ്ട്. നമുക്ക് കൊടുക്കാണ്ട് ചെറുതിലും കായുള്ള ഇതിന്റെ തൈകളൊക്കെ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഉണ്ട് കേട്ടോ. ഇതൊക്കെ കാലാപ്പാടിന്റെ തൈകളാണ്. അത്രയും സൈസുള്ള തൈകൾ, ഇത്രയും സൈസുള്ള തൈകളാണ്. കാണില്ലേ, ഇത് 450 രൂപ കേട്ടോ. കാലാപ്പാടി. കാലാപ്പാടി
പിന്നെ നാംഡോക്കുമായി ഉണ്ട് ഇതാ, പിന്നെ ഇതാ ചന്ദ്രകാരൻ, നാംഡോക്കുമായി കണ്ട അത്രയും നല്ല സൈസ് ബുഷ് തൈകള്. ഇതൊക്കെ 550 രൂപയുള്ളൂ നാംഡോക്കുമായി ആണ്. പിന്നെ എല്ലാ വെറൈറ്റിയും എന്താ മിൽക്ക് ഫ്രൂട്ടിന്റെ വലിയ പ്ലാന്റുകൾ, കാഴ്ച പ്ലാന്റുകളാണ്. വലിയ പ്ലാന്റുകളുണ്ട്, ചെറുതുണ്ട്. 400 രൂപ മുതൽ മിൽക്ക് ഫ്രൂട്ടിന്റെ പ്ലാന്റുകളുണ്ട്. പിന്നെ തൈകൾ കണ്ടോ, നല്ല ബുഷ് തൈകൾ, വലിയ തൈകൾ. ഇതൊക്കെ 150 രൂപയുള്ളൂ കേട്ടോ. ഇത്രയും വലിയ തൈകൾ കേട്ടോ. ഇപ്പം വേറെ സ്ഥലത്തു നിന്നുള്ളതാണെങ്കിൽ ഹൈവേ ഡെലിവറിയോ കൊറിയറോ എങ്ങനെ? ഞാൻ ഇപ്പോ ഹൈവേ ഡെലിവറി ഉണ്ട്, പെറ്റ്സിന്റെ വണ്ടിയിൽ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ തിരുവനന്തപുരം കാസർഗോഡ് റൂട്ട്, അതേമാതിരി കൊടുങ്ങല്ലൂർ റൂട്ടൊക്കെ ഇടക്കിടക്ക് നമ്മള് വലിയ പ്ലാൻസുകളൊക്കെ ആണെങ്കിൽ വണ്ടി ഒപ്പിച്ചിട്ട് എല്ലാവരും വാടക അടിച്ചിട്ട് പോകാറുണ്ട്. പിന്നെ ഇപ്പൊ ഞങ്ങള് കൊറിയർ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുറത്തേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ആമസോൺ വഴിയും കൊടുക്കുന്നുണ്ട്. അപ്പം ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ DTDC വേണമെങ്കിൽ അങ്ങനെ നോക്കി ചെയ്യാം. ആമസോൺ വഴി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തു. ഇതൊക്കെ നോങ്ങന്റെ വെറൈറ്റികളാണ് കേട്ടോ. ഇതൊക്കെ ന്യൂ ക്രിസ്റ്റൽ, ബ്ലാക്ക് ലീഫ് എന്നൊക്കെ പറയണ മെഡിസിൻ കൊടുത്താൽ കഴിക്കണവർ തന്നെ ഉണ്ട്. പക്ഷെ നല്ല അത്യാവശ്യം നല്ല ഹീൽഡ് കിട്ടുന്നതും നല്ലൊരു വെറൈറ്റി തന്നെയാണ്. പിന്നെ റൂബിയൊക്കെ എന്ന് പറഞ്ഞാല് അത്ര നല്ല തൈകളൊക്കെ നമ്മള് 350 രൂപക്കാണ് കൊടുക്കണത്. റൂബി ലോങ്ങൻ. പിന്നെ ബ്ലാക്ക് ലീഫ്, അത് ഡയമണ്ട് റിവർ, അതേപോലെ സീറ്റ് ലീവ് നമ്മൾ ഉണ്ടാക്കേണ്ട സീറ്റ് ലീവിന്റെ മരം കാണിക്കാം. പിന്നെ അതേപോലെ ഇവിടെയൊക്കെ ലോങ്ങന്റെ തൈകളാണ്. ഇതുണ്ടോ, ഇതൊരു വെതർ ലീഫ് എന്ന് പറഞ്ഞിട്ട് ലോങ്ങനാണ്. ഇതിന്റെ ലീഫിന് തന്നെ ഉണ്ട് ഒരു 10. ഇതൊക്കെ നമ്മള് റയർ കളക്ഷനിലുള്ളതാണ്. ഇതിന്റെ വലിയ പ്ലാൻ ഉണ്ടോ നമുക്ക്? വലിയതുകൊണ്ട് ഇതന്നെ കൊടുക്കാം. ഇതൊക്കെ നമ്മള് ഇതൊക്കെ മാർക്കറ്റിൽ 2000-3000 ഒക്കെ വില ഉള്ള സാധനം. നമ്മളൊരു 850 രൂപയ്ക്കാണ് ഹോൾസെയിൽ റീറ്റെയിൽ കൊടുക്കണം. പിംപോങ് ഉണ്ട്, പിംപോങ് 500 രൂപ കൊടുക്കണ്. അതേപോലെ ഷോഗൺ എന്ന് പറഞ്ഞ ഇത് വെതർ ലീഫ്, ഇത് ഷോഗൺ എന്ന് പറഞ്ഞ ഇത്, അതൊക്കെ പിന്നെ 450 രൂപ കൊടുക്കണാണ്. റൂബി ലോങ്ങൻ ഇതാ 350. പിന്നെ ഡയമണ്ട് റിവർ 350 രൂപ. പിന്നെ വൈറ്റ് ലോങ്ങനാണ് അതൊക്കെ. ഇത് ഡബിൾ ലോങ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അതെ. ഇത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത തൈകളാണ്. ഇത് നല്ല റിസൾട്ട് ആണത്. പിന്നെ ഇത് 4 സീസൺ. അതേപോലെ വലിപ്പത്തിലുള്ള തൈകളും എല്ലാം കൊടുക്കാൻ പറ്റൂലേ? പേരാണ്. അതേപോലെ ഇത് ലോങ്ങനങ്ങൾ തന്നെയാണ്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ശരിയായിക്കൊണ്ട് സെറ്റ് ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അത് ജാർവിറഡറിന്റെ പേരാണ് ആ ഫസ്റ്റിൽ കാണിച്ചത്. പിന്നെ അതേപോലെ ഗോൾഡൻ നൈറ്റ് എന്ന് പറഞ്ഞ പേരാ. ഇതൊക്കെ നല്ല റിസൾട്ടുള്ള നല്ല പേരകളാട്ടോ. അതേപോലെ പിന്നെ ഇതാണ് നമ്മളെ സ്വീറ്റ് ലോവി. കണ്ടോ, ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. ഏത് സമയത്തും കായാണ്, ഫുൾ ടൈം വലിയ മരമായില്ലേ? പൂവും കായ ഏത് സമയത്തും ഉണ്ടാവും. വേണമെങ്കിൽ അവിടെ ഉണ്ട് മരം ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പുറത്തൊരു മരം ഉണ്ട്, ഇതിലൊക്കെ നിറയെ കായുള്ള മരങ്ങളുണ്ട്. ഇതുകൊണ്ട് കായുണ്ട്. ഇത് എത്ര വർഷമായിട്ടുണ്ടാവും നമുക്ക് ഈ മരം ഇവിടെ നമ്മൾ വെച്ചിട്ട്? ഈ മരം വെച്ചിട്ട് 10 വർഷമായി. ഇത് ബനാന മാവ്, കാട്ടിമോന്, RTU2, മിയാസാക്കി ഞങ്ങളുടെ തൈകളാണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മൾ ഒരു 150-200 ആ റേഞ്ചിൽ കൊടുക്കുന്ന തൈകളാണ്. ഇഷ്ടംപോലെ തൈകളുണ്ട് കേട്ടോ. പിന്നെ ലോങ്ങന്നെ പറഞ്ഞത്, അങ്ങനെ എത്രയും വലിയ തൈകളും ചെറുതും ഏത് വേണമെങ്കിലും ഉണ്ട്. പിന്നെ മുട്ടിപ്പഴം, അതേപോലെ കാഴ്ച നിൽക്കാൻ കൊടുക്കാം. അബിയൊക്കെ ഒന്ന് കൂടെ. എൻ്റെ മിറാക്കിളൊക്കെ ഫണ്ടുകള് എത്രയോ കാലങ്ങളായിട്ടുള്ള പനങ്ങളാണ്. 10 വർഷം 12 വർഷം. മിറാക്കിൾഫൂട്ടൊന്നും ആർക്കും അന്ന് അറിയാത്ത കാലം. അന്നേ എൻ്റെ കയ്യിലുണ്ട് ഇത്ര വലിയ മരമായില്ലേ? അതൊക്കെ ഇപ്പൊ എത്ര വലിയ ഒരു 12-13 വർഷത്തെ പഴക്കണ്ടായി. അന്നൊക്കെ ഇത് ആളുകൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അബിയോ കണ്ടില്ലേ? അബിയൊക്കെ വലിയ മരമായി, ഫുള്ള് കായുണ്ട്. ഇതൊക്കെ ഒരു 10 വർഷമായിട്ട് ഒരു 6 വർഷമായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കണ മരങ്ങളല്ലേ? നിറയെ കായുണ്ട്, വലിയ മരമായി, മാവൊക്കെ പോലെ ആയില്ലേ? അതെ. ഒരുപാട് മരമുണ്ട്, ഒരു 10 മരം പോലെ വലിയ മരങ്ങളുണ്ട്. നിറയെ കായാണ്. അബിയോ നമുക്ക് സ്റ്റാർട്ടിങ് എത്രയ്ക്കാണ് കൊടുക്കണേ? നമ്മള് 100 രൂപ മുതൽ. 100 രൂപ മുതലുണ്ടല്ലേ? അബിയൂലി ഒറ്റ തന്നെ ഉള്ളൂ അതോ ഇത് 1 കിലോ വരെ തൂക്കം വരലുണ്ട്. ഇത് കവറിട്ട് വെച്ചാൽ അതുകൊണ്ടാണ് കാണാത്ത. ഇഷ്ടംപോലെ ഉണ്ട്. കിളി കൊത്തുന്നോണ്ടായിരിക്കും എല്ലാം കവറിട്ട് വെച്ച് സൈസ് ആക്കിയാ. പക്ഷെ അത് നല്ല ടേസ്റ്റും ഉണ്ട്, അത്യാവശ്യം വലുപ്പമുണ്ട്. പക്ഷെ ഇതിന്റെ തൈകള് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തും കൊടുക്കുന്നുണ്ട്. ഇതിന്റെ സീഡ് മുളപ്പിച്ച അതും ഉണ്ട്. എല്ലാം റേറ്റ് അത്ര തന്നെ വരുന്നുള്ളൂ. 100 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്.
ഇത് വിയറ്റ്നാം മെർലി അല്ലേ? വിയറ്റ്നാം മെർലിയാണ്. നേരത്തെ ചക്ക ആയില്ലേ ഇത്തവണ? ചോദിക്കാറുണ്ടേ ഡാങ്സൂര് പെട്ടെന്ന് കായ്ക്കോണ്ട് അതിൽ മണ്ണില് നിലത്ത് മുട്ടി കിടക്കുക. വിയറ്റ്നാം മെർലി കായ്ച്ച പോലെയാണ് കായ്ച്ചിട്ടുണ്ട്. കാരണം ആകെ അത്രേ ഉള്ളൂ കേട്ടോ. അതെ അതെ, ഇത്രേ വണ്ണേ ഉള്ളൂ. പക്ഷെ 3-ാമത്തെ വർഷം കായ്ച്ചു കേട്ടോ. ഡാങ്സൂര് എന്നോട് എല്ലാരും പറയില്ല 5 വർഷം 6 വർഷം പിടിക്കുന്നു. അതൊന്നുമില്ല. 2-ാമത്തെ 3-ാമത്തെ ഡാങ്സൂര് അടിപൊളി ടേസ്റ്റ്. ഇതാണ് കളർഫുൾ ആണ്. റെഡ് നല്ല റെഡ് വരും. ഇത് പൈനാപ്പിളിന്റെ ഓരോ വെറൈറ്റികളാണ്. ഇത് കായില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു തരാത്തത്. ഒരുപാട് വെറൈറ്റി പൈനാപ്പിളുകളുണ്ട്. കുന്താണി, മെഡൂസ, പിന്നെ ഹാൻഡ്ഫുള്ള്, ഡയമണ്ട് ഗോയാണ്. ഇതൊക്കെ അന്ന് 1500 വെച്ച് വാങ്ങിയ തൈകളാട്ടോ. ഇപ്പൊ ഇതിന്റെ തൈകൾ നമ്മൾ കൊടുത്തോണ്ടിരിക്കണേ 250 രൂപക്കാണ്. നല്ലൊരു ഓഫറിലാണ് ഇത് കൊടുക്കുന്നത്. കാരണം ഇപ്പോഴും നഴ്സറികൾ 500-600 കൊടുക്കുന്നുണ്ടാണ് നമ്മൾ അറിയുക. എന്തായാലും 250 രൂപക്ക് നല്ല തൈകൾ ഞാനാണ് കൊടുക്കുന്നത്. ഇത് തൈയല്ല, തൈകൾ കവറിലുള്ള തൈകളുണ്ട്. ഇതിപ്പോ നല്ലൊരു അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ ലോങ്ങൻ ഒരുപാട് വെച്ചിട്ടുണ്ട്. ഇതാണ്ടോ, ഇതൊക്കെ ഒരു ഡയമണ്ട് ഗോറിന്റെ ഒരു ഒറ്റ മര വെച്ചിട്ട് ഇപ്പോ 1 വർഷം ആവണുള്ളൂ. ഇത് ബ്ലാക്ക് ലീഫ് പറഞ്ഞ ലോങ്ങനാണ്. ഇതൊക്കെ ഇപ്പൊ കായ്ക്കൂട്ടോ. അതേപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതാണ് ഇത് പിങ്ക് ഫ്ലഷ് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. അകത്ത് പിങ്ക് ഫ്ലഷ്, പിങ്ക് കളർ, ഇതൊക്കെ ഫ്ലവറിങ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഓൾ സീസൺ എന്ന് പറഞ്ഞ ലോങ്ങനാണ്. ഇത് ഫ്ലവർ വന്നിട്ടുണ്ട്. പിന്നെ ചുലിയ എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്. അതേപോലെ ചൈനീസ് ലോങ്ങനാണ്. ഇത് ഫ്ലവർ വന്നിട്ട് തൈവാന്റെ ഒരു ലെമൺ ആണ്. ഇത് ഇതില് നമ്മള് സാധാ ലെമിന്റെ എല്ലാ ഉപയോഗം നടക്കുന്നതാണ്. ഒടിച്ചൂത്തി നാരങ്ങ ഉണ്ടല്ലോ, അത് സീഡ്ലെസ്, അതിന്റെ പോലെ ഒന്നല്ല കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറുനാരങ്ങന്റെ എല്ലാ ഉപയോഗം നടത്തണം. ഇത് തായ്വാനില് നാരങ്ങന്റെ ഉപയോഗം. ഇതിന്റെ പോലെ തന്നെ തായ്ലാന്റിന്റെ ഒരു വെറൈറ്റി ഉണ്ട് മാർക്കറ്റിൽ. അതും ഇതേപോലെ ഇതിലും കൂടുതലായിട്ട് കായ്ക്കണവരാണ്. തൈയുണ്ട്, എല്ലാം തൈയുണ്ട്. ഇതൊക്കെ റിസൾട്ട് പക്കയാണ്. ഇതിലും വലിയതാളുണ്ട്. ഇതൊക്കെ മണ്ണിൽ വെച്ചാണ്. വിയറ്റ്നാം, മാൾട്ട, മുസംബി, അതിന്റെ ഒക്കെ അതാണ്ടോ ഫ്ലവർ വന്ന തൈകളൊക്കെ അവിടെ ഉണ്ട്. ഇത് മണ്ണിലല്ല, അത് കവറിലാണ്. ഫ്ലവറിങ് വന്ന തൈകളാണ്. അങ്ങനെ ഏകദേശം എല്ലാ ഫ്രൂട്ട്സിന്റെയും ചെറിയ തൈകൾ മുതൽ വലിയ തൈകൾ വരെ എല്ലാ സാധനവും ഉണ്ട്. ഏകദേശം 50-60% തൈകളും ഞാൻ ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കണതാണ്. തൈകൾ ഗ്രാഫ്റ്റ് ചെയ്തും ബഡ് ചെയ്തും ഉണ്ടാക്കുന്ന തൈകളാണ്. റിസൾട്ട് നമ്മൾ ഗ്യാരണ്ടിയാണ്. കാരണം നമ്മളിവിടെ കായ്ക്കും റിസൾട്ട് ഉള്ളതും ഇവിടെ സക്സസ് ആയതും മാത്രമാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ മണ്ണുത്തിയിൽക്കും അതർ സ്റ്റേറ്റിലേക്ക്, കർണാടകത്തിക്ക്, തമിഴ്നാട്ടിലേക്ക് എല്ലാ നഴ്സറിക്കാരും എൻ്റെ അടുത്ത് കണ്ടേ. ഇവിടെ നഴ്സറി ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും തൈകൾ ഞാൻ കൊടുക്കുന്നുണ്ട്. നിറയെ കായാണ്. വെയിറ്റ് കൊണ്ട് ചാഞ്ഞാണ്. അത് മറിച്ച് വെക്കണം. ഒരു മരാണ്. അതേപോലെ കണ്ടതാ, ഇതൊരു മരം കണ്ട കവറിലാട്ടോ. ഇഷ്ടംപോലെ കായുണ്ട്. അപ്പൊ നമ്മളിത് ഗ്രാഫ്റ്റിങ്, വെഡിങ് ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ്, വെക്കുന്ന സ്ഥലങ്ങളാണ്. ഇത് ലോങ്ങനിന്റെ വെറൈറ്റികളാണ്. ഇതുണ്ടോ അവക്കാടോ. ഈ അവക്കാടോ വെറൈറ്റികളൊക്കെ പറഞ്ഞാലേ നമ്മളെ നാട്ടിൽ ഇവിടെ കായ്ച്ചത് കാടാമ്പുഴ കായ്ച്ച ഒരു മരത്തിന്റെ തൈകളാണ്. ഒക്കെ നമ്മളെ നാട്ടിൽ ഇവിടെ പരിസരത്തൊക്കെ ഉള്ള കായ്ച്ചതിന്റെ തൈകളാണ് നമ്മളിവിടെ. ചൂട് കാലാവസ്ഥയിലും കായ്ക്കുന്നത്. അപ്പൊ ഈ ട്രോപ്പിക്കലാണ്, ഇവിടെ കായ്ക്കാണ്. നമ്മൾ ശരിക്കും വയനാട്ടിൽ നിന്നും ചെയ്ത് കൊടുത്ത തൈകളൊന്നും ഒരിക്കലും ഇവിടെ കായ്ക്കാൻ ചാൻസ് കുറവാണ്. വയനാട്ടിലൊക്കെ അതേപോലെ കട്ടപ്പന, പിന്നെ മൂന്നാർ ഭാഗങ്ങളൊക്കെ വരുന്നൊന്നും ചിലപ്പോൾ ഇവിടെ കായ്ക്കും. പക്ഷെ ഇത് ഇവിടെ നാട്ടിൽ നമ്മളെ നാട്ടിൽ കായ്ച്ച തൈകൾ നമ്മൾ ചെയ്യുന്നതാണ്. ഇതിനെ കുറച്ച് ചെയ്യുമ്പോൾ കുറെ പോകുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇത് നമ്മൾക്ക് ഇവിടെ കായ്ക്കുന്ന ഒരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വെറൈറ്റികൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മളിത് തൈകൾ ഉണ്ടാക്കുന്നത്. ഇതിലെല്ലാം ഉണ്ട്. ബട്ടർ ഉണ്ട്, ലോങ്ങൻ ഉണ്ട്, നല്ല മിയാസാക്കി മാവുകളൊക്കെ നമ്മൾ ഇവിടെ കായ്ച്ച മരത്തുമെന്ന് എടുത്ത് ചെയ്യുന്നതാണ്. അതേപോലെ മാവുകൾ തന്നെ പല വെറൈറ്റികളുണ്ട്. പിന്നെ ലോങ്ങനിന്റെ എല്ലാ വെറൈറ്റികളും ഇവിടെ ചെയ്യുന്നുണ്ട്. സീഡ് ലൂവി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചെയ്യുന്നുണ്ട്. ജബോട്ടിക്കാവിന്റെ തൈകളാണ്. ഇതൊക്കെ 150 രൂപക്ക് കൊടുക്കുന്ന തൈകളാണ്. 100 രൂപന്റെ തൈകളുണ്ട്. ഇതിൽ 150 രൂപയുണ്ട്. അതേപോലെ സീഡ് ലൂവി അതാ ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. അബിയുവിന്റെ ഒക്കെ തൈകളുണ്ട് കേട്ടോ. അബിയുവിന്റെ ഒക്കെ നോക്കാം, നല്ല നല്ല സൈസ് തൈകൾ ഇതാ. ഇതൊക്കെ 100 രൂപ കൊടുക്കുന്ന തൈകളുണ്ട്. 100, 150, 200, 250 അങ്ങനെ കായ്ച്ചതിന് ചിലപ്പോൾ 800-ലൊക്കെ കായ്ച്ചത് ഉണ്ടാവില്ലേ. 1000, 1200-ഒക്കെയാണ് കായുള്ളത് കൊടുക്കുന്നത്. ഇഷ്ടംപോലെ കായുള്ള തൈകൾ ഇവിടെ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ബട്ടറൊക്കെ ഉണ്ട്. അതൊക്കെ സെറ്റായി വരികയാണ്. അപ്പൊ അങ്ങനെ വേര് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടും എന്നിട്ട് ഒന്ന് കവർ ചേഞ്ച് ചെയ്യും. എന്നിട്ട് ചിലത് കുറച്ച് നല്ല വലിയ ചെടിയാക്കാൻ നിർത്തും. ചിലത് ഒരു മേട് തൈകൾ തന്നെ കൊടുക്കും. എല്ലാത്തിനും